എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോ വീടുകളിലും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടട്ടെ. ഇന്നത്തെ ദിവസം ജയത്തിൻ്റെ അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ. ഒരു യഹൂദന്മാരുടെ പഴമൊഴി അല്ലെങ്കിൽ സദൃശ്യവാക്യമുണ്ട്. അതായത്, മെഴുകുതിരി വാങ്ങാൻ വേണ്ടി സൂര്യനെ വിൽക്കരുത്. അതായത്, വലിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, എന്നാൽ ചെറിയ കാര്യത്തിന് വേണ്ടി അത് ഇല്ലാതെയാക്കരുത്. വലിയ കാര്യങ്ങൾ എന്താണ്? കർത്താവുമായിട്ടുള്ള ബന്ധം, ദൈവവചനത്തിൻ്റെ വെളിപ്പാട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. വലിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സൂര്യൻ നമ്മുടെ കൂടെയുണ്ട്, സൂര്യൻ നമ്മുടെ കയ്യിലാണ്. എന്നാൽ വെറും ഒരു മെഴുകുതിരിക്ക് വേണ്ടി സൂര്യനെ വിൽക്കരുത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ഒരു ചെറുപ്പക്കാരൻ, അവൻ കേവലം ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവൻ കർത്താവിന് വേണ്ടെന്ന് വെക്കാറുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു പെൺകുട്ടി, അവൾക്കൊരു കല്യാണക്കാര്യം വന്നപ്പോൾ ചെറുക്കൻ അമേരിക്കയിലാ, എഞ്ചിനീയറാ, അവളെയും കൊണ്ടുപോകും. ഉടനെ അവൾ എന്ത് ചെയ്തു? അവൾ സഭ വേണ്ടെന്ന് വെച്ചു. അവളെ രക്ഷയിലേക്ക് നയിച്ച, അവളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അവളെ സൗഖ്യത്തിലേക്ക് നയിച്ച, കൃപയിലേക്ക് നയിച്ച എല്ലാവരെയും മറന്നിട്ട് അവൾ മെഴുകുതിരി വാങ്ങി. സൂര്യനെ വിറ്റ് മെഴുകുതിരി വാങ്ങുന്നവർ ഇന്ന് ആത്മീക ഗോളത്തിൽ വർദ്ധിക്കുകയാണ്. ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിൻ്റെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. എത്ര ഭയങ്കരമായ ഒരു അപകടമാണ്. വലിയ കാര്യങ്ങൾക്ക് വില കൊടുക്കാത്തവർ, ആരാധനയ്ക്ക് വില കൊടുക്കാത്തവർ. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ഒരു സഭായോഗമെന്ന് പറഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരികയാണ് സഭയുടെ നടുവിൽ. ആ സമയത്ത്, സഭയുടെ നായകൻ വരുന്ന സമയത്ത്, നീ എവിടെ ആദാമേ, നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിലിരുന്ന് ഫിഫ വേൾഡ് കപ്പ് കാണുക. നീ എവിടെയാണ്? ക്രിക്കറ്റ് കാണുക. നീ എവിടെയാണ്? ജോലിയിലാണ്. നീ എവിടെയാണ്? ഇന്നൊരു ക്ഷീണമാണ്. നീ എവിടെയാണ്? ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. നിനക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ശക്തി തന്നത് ആരാ? നിനക്ക് ഫിഫ വേൾഡ് കാണാനുള്ള ആ കാഴ്ചയും ടിവിയും സൗകര്യവും തന്നത് ആരാ? നിന്നെ ആയുസ്സോടെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആരാണ്? നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകൻ. ഇത് മനസ്സിലാക്കാതെ മെഴുകുതിരിക്ക് വേണ്ടി സൂര്യനെ വിൽക്കുന്ന ഈ ഭയങ്കരമായ അപകടത്തിൽ നിന്ന് ദൈവമക്കൾ പുറത്തു വരണം. ഇത് കേൾക്കുന്നവർക്ക് പാപബോധമുണ്ടാകണം. ഇന്ന് നിങ്ങൾ പുറത്തു വരണം. ഇതാരെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏറ്റവും വില കൊടുക്കേണ്ട ദൈവരാജ്യം, ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പലർക്കും താല്പര്യം പോലും ഇന്ന് ഇല്ല. സഭകളിൽ നല്ലൊരു പങ്ക് പുരുഷന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. എന്നാൽ അവർ ബിസിനസ്സിൽ മുന്നിലാണ്, ജോലിയിൽ മുന്നിലാണ്, പലതിലും അവർ മുൻപിലാണ്, സാമ്പത്തിക മേഖലയിൽ മുൻപിലാണ്. അപ്പോൾ പലതിലും മുൻപിലാകാൻ അറിയാം. ഇത് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല? ഉയരത്തിലെ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തുള്ള സാക്ഷികളാകണമെന്ന് പറഞ്ഞിട്ടും കർത്താവ് ആയുസ് തന്നു, ആരോഗ്യം തന്നു. വലിയ തീ പൊയ്കയിൽ കിടന്നപ്പോൾ, വലിയ പ്രശ്നത്തിൽ കിടന്നപ്പോൾ എടുത്ത വലിയ തീരുമാനങ്ങൾ എവിടെ പോയി? കാറ്റിൽ പറത്തിയില്ലേ? യൗവനക്കാരെ, പല തീരുമാനങ്ങൾ എവിടെ? നിങ്ങളെടുത്ത ഉറച്ച തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കേവലം ഒരു മെഴുകുതിരിക്ക് വേണ്ടി
സൂര്യനെ വിൽക്കുന്ന വലിയ പാപത്തിൽ നിന്ന് മടങ്ങി വാ. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള ശക്തി കേൾക്കുന്നവർക്കുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. റോമാലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 25-26 എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. ദൈവം എടുക്കുന്ന തീരുമാനമാണ്. നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ, അതേ സ്ഥലത്ത് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശേയ പുസ്തകത്തിലും അരുളിച്ചു. ദൈവമെടുത്ത തീരുമാനമാണ്. എൻ്റെ മക്കളല്ലാത്തവരെ ഞാൻ മക്കളാക്കും. ജാതികളെന്ന് പറഞ്ഞവരെ ഞാൻ തേടി വരും. അതാണ് കൊർന്നല്യോസിൻ്റെ ചരിത്രം. ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 10:1 മുതൽ വായിക്കും. ആ കൊർന്നല്യോസിൻ്റെ ഭക്തിയും അവൻ കുടുംബമായിട്ട് ദൈവഭക്തിയോടെ എപ്പോഴും പ്രാർത്ഥനയിൽ തുടരുന്നതും ഒക്കെ കണ്ടപ്പോൾ, എൻ്റെ പ്രിയ അല്ലാത്തവളെ എൻ്റെ പ്രിയ എന്ന് ഞാൻ വിളിക്കും, എൻ്റെ ജനമല്ലാത്തവളെ എൻ്റെ ജനമെന്ന് പറയും, എൻ്റെ മക്കളെന്ന് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞത് ദൈവം ആ വാക്ക് പാലിക്കുകയാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കും. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ദൈവം. യഹൂദന്മാർക്ക് മാത്രം വെച്ചിരുന്ന രക്ഷ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ലെന്ന് പറഞ്ഞ അതേ കർത്താവ് ഇതാ ജാതികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നു, മക്കൾക്ക് അപ്പം കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു. ഇന്ന് 2026 ഇസ്രായേൽ എന്ന രാജ്യത്തേക്കാൾ ജാതികളായ ആഫ്രിക്ക, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെല്ലാം കർത്താവിലേക്ക് തിരിയുന്നു. ഭയങ്കരമായി. ചൈന പോലും, ഇറാൻ പോലും, ഇറാഖ് പോലും, കൊറിയ പോലും, എല്ലാ രാജ്യങ്ങളിലും ദൈവമെന്ന് പറഞ്ഞൊരു വാക്കാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2500 വർഷങ്ങൾക്ക് മുമ്പ് ഹോശേയാവിലും യെശയ്യാവിലും ഒക്കെ പറഞ്ഞ കാര്യം മറക്കാതെ പാലിച്ച ദൈവം എത്ര വിശ്വസ്തനാണ്. എത്രയോ പേരാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരാളെയും കർത്താവ് തള്ളിക്കളയില്ലെന്ന് പറഞ്ഞില്ലേ? വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ദൈവം. അടുത്ത വാക്യം, യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. ഇസ്രായേലിനെ കുറിച്ച് അത്രേ പറഞ്ഞുള്ളൂ. എന്നാൽ ജാതികൾക്ക് കൂടുതൽ പ്രത്യാശയുടെ വാതിലുകൾ തുറന്നു കൊടുത്തു. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. കർത്താവ് വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും. അതിൻ്റെ അർത്ഥം ഭൂമിയിലെ എല്ലാ ഭാഗത്തേക്കും ദൈവവചനം അയച്ച് മക്കളല്ലാത്തവരെ എല്ലാം മക്കളാക്കി മാറ്റും. ദൈവവചനം അയച്ച് ഈ ദിവസങ്ങളിൽ ട്രാക്റ്റിലൂടെ, പുസ്തകങ്ങളിലൂടെ, മീഡിയയിലൂടെ ദൈവവചനം എല്ലായിടങ്ങളിലും എത്തിക്കുകയാണ്. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു. അന്റാർട്ടിക്കയിൽ മനുഷ്യരെത്താത്ത മഞ്ഞുമലകളുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർ പ്ലാസ്റ്റിക്കിൽ ട്രാക്റ്റ് പ്രിന്റ് ചെയ്ത് അവിടെ ഇട്ടേച്ചാ പോരുന്നത്. കാരണം ഒരാൾ ആ മഞ്ഞുമലകൾക്കിടയിൽ അഥവാ പെട്ടാലും അവസാന നിമിഷം അവൻ അവിടെ തണുത്ത് വിറച്ച് മരിക്കാൻ തുടങ്ങുന്നതിനിടയിൽ ഇത് വായിച്ച്, യേശുവേ ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു എന്ന വാക്ക് പറഞ്ഞ് അവിടെ തണുത്തുറഞ്ഞ് മരിച്ചാലും അവൻ അവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇതിനു വേണ്ടി അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും സുവിശേഷം പ്ലാസ്റ്റിക്കിൽ പ്രിന്റ് ചെയ്ത് ഇടുന്ന വിശുദ്ധന്മാരുണ്ട്. എവിടെ പോയാലും, എവിടെ ചെന്നാലും, ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തും ഒരു പുസ്തകം ഫ്രീ ആയിട്ട് എടുക്കാനുണ്ടാകും. ഒത്തിരി പേര് അവരുടെ വരുമാനത്തിൻ്റെ നല്ല ഭാഗം ഇതിനു വേണ്ടി വേർതിരിക്കുകയാണ്, സുവിശേഷം അറിയിക്കാൻ. കേരളത്തിലെ പല പള്ളികളിൽ ചെന്നാൽ അത് കാണാം. കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിൽ, മിഷൻ ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ നല്ല ട്രാക്റ്റുകളും ബുക്കുകളും പുതിയ നിയമവും പഴയ നിയമവും എല്ലാം ചേർന്ന ബൈബിളുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് അവരെല്ലാം ലക്ഷ്യമിടുന്നത് കർത്താവ് തൻ്റെ വചനം അയച്ച് ക്ഷണത്തിൽ
നിവർത്തിക്കും. എല്ലാം നിവർത്തിക്കും. രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടും. ഈ ദിവസങ്ങളിൽ നമുക്ക് വലിയ ദൗത്യമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനമായി, നാവായി തീരുവാൻ. മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലാണ്. നാം വചനം പറഞ്ഞാൽ, നമ്മുടെ നാവ് ഉപയോഗിച്ച് നാം വചനം പറഞ്ഞാൽ ജീവനുണ്ടാകും. നാം നാവ് ഉപയോഗിച്ച് ലോകവർത്തമാനം പറഞ്ഞാൽ, സാധാരണ വർത്തമാനം പറഞ്ഞാൽ അത് മരണമായി തീരും. പന്ത് കളി, ക്രിക്കറ്റ് കളി, ലോകത്തിൻ്റെ കാര്യം, വീട്ടിലെ കാര്യം, നാട്ടിലെ കാര്യം, ന്യൂസ് പേപ്പറിലെ കാര്യം, ഇതെല്ലാം മരണം മാത്രമേ കൊണ്ടുവരൂ. ഒരു ദിവസം മരിക്കും. ഏത് മഹാനും ഏത് ഹീറോയും ഒരു ദിവസം മരിക്കും. എന്നാൽ ജീവൻ പറയുവാൻ ദൈവം തന്ന നാവുകളെ ജീവന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ജീസസ് എവരിഡേ നിങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ സന്ദേശമാണ് രാവിലെ കൊണ്ടുവരുന്നത്. നീണ്ട പ്രസംഗങ്ങളില്ല, 10-15 മിനിറ്റ് മാത്രം. അത് നിങ്ങൾ കേൾക്കുക. ഒരു 20 മിനിറ്റിൽ താഴെ ഉള്ള ഈ സന്ദേശം ഓരോ ദിവസവും കേട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പുഷ്ടിയുള്ളതാക്കുക, നിങ്ങളുടെ കുടുംബത്തെ ബലമുള്ളതാക്കുക. കർത്താവ് തൻ്റെ വചനമയച്ച് ക്ഷണത്തിൽ കാര്യങ്ങൾ നിവർത്തിക്കും. വചനമയച്ച് നിവർത്തിക്കും. യെശയ്യാവ് 55 പറയുന്നു, ഞാൻ അയക്കുന്ന വചനങ്ങൾ അതിൻ്റെ കാര്യം പൂർത്തിയാക്കാതെ മടങ്ങി വരില്ല. വചനം പൂർത്തീകരിക്കുന്ന വചനമായ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തുമ്പോൾ കർത്താവിനെ കൂടുതൽ ബഹുമാനിക്കുക. ബൈബിളിൽ പറയുന്നു, ഞങ്ങൾ സംസാരിച്ച വചനം സാക്ഷാൽ വചനമായി നിങ്ങൾ കൈക്കൊണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരു വ്യക്തി അവനെ കൈക്കൊള്ളണമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അവൻ ലോകകഥ പറയില്ല, അവൻ കർത്താവിൻ്റെ വചനം പറയും. കർത്താവ് അയക്കുന്നവൻ കർത്താവിൻ്റെ വചനം സംസാരിക്കും. ഒരുവൻ ദൈവം അയച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അവൻ ദൈവവചനം പറയും. അവൻ പ്രവചനം പറയുമെന്നല്ല, ദൈവവചനം പറയും. യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റത് നിനക്കാണ്. നീ വീണ്ടും ജനിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. നിന്നെ ദൈവം കാത്തിരിക്കുന്നു. ഇതാണ് ദൈവവചനം. അല്ലാതെ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ പുറകിൽ ഒരു തകിട് കുഴിച്ചിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും, ഞാനത് എടുത്തു തരാം, ഇതല്ല ദൈവവചനം. ദൈവവചനം ദൈവമയച്ചവർ സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിൽ വന്ന് ആ ജനം പ്രത്യാശയുള്ളവരും രക്ഷിക്കപ്പെട്ടവരും ആയിത്തീരുന്നില്ലെങ്കിൽ ദൈവമയച്ചതല്ല. ഒരു ദൈവദാസൻ ഒരു സഭയിൽ വന്നാൽ ആ സഭയ്ക്ക് മാറ്റങ്ങളുണ്ടാകണം, ആത്മീക വർധനവുണ്ടാകണം, പാപബോധമുണ്ടാകണം, തീരുമാനങ്ങളുണ്ടാകണം, വിശ്വാസമുണ്ടാകണം, യേശുവിനോടുള്ള അടുത്ത ബന്ധമുണ്ടാകണം. ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവമയച്ചവനല്ല, ദൈവമയച്ചവൻ ദൈവവചനം പ്രസ്താവിക്കും. നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസൻ വന്നാൽ ദൈവം അയച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ദൈവവചനം പറയും. യേശുവിനെ കുറിച്ച് പറയും, പ്രത്യാശയെക്കുറിച്ച് പറയും. വിശ്വാസം നിങ്ങളുടെ വിശ്വാസത്തെ സജീവമാക്കും. നിങ്ങളുടെ ജീവിതത്തെ ശരിയായ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അല്ലെങ്കിൽ ആ വ്യക്തി ദൈവമയച്ചയാളല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീട് കയറി ഇറങ്ങുന്നയാളാണ്. തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുന്നവർക്ക് വിടുതലാകട്ടെ, കേൾക്കുന്നവർക്ക് കൃപയാകട്ടെ, കേൾക്കുന്നവർക്ക് സൗഖ്യമാകട്ടെ, കേൾക്കുന്നവർക്ക് ജീവനാകട്ടെ. വചനം പറയുന്നവർ കർത്താവിൻ്റെ വചനം എല്ലായിടത്തും എത്തിക്കുന്നവരാക്കി ഓരോ വ്യക്തികളെയും മാറ്റണം. അങ്ങയുടെ രാജ്യവും നീതി അന്വേഷിച്ച് ബലപ്പെടുവാൻ ഓരോരുത്തരെ ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ബലപ്പെടുത്തട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്നു മുതലാണ് ടൊറോണ്ടോയിലെ പ്രത്യേകമായ മീറ്റിങ്ങുകൾ നടക്കുന്നത്. പോസ്റ്ററിൽ കാണുന്ന ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരണം. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്നവർ, കാനഡയിലുള്ളവർ പ്രത്യേകിച്ച് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഗോഡ് ബ്ലെസ് യു. വിശ്വസിച്ചുണ്ടെന്ന് അവൻ
കൈവിടുമേ